ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് സ്ലീപ്പി ഹെഡ് ബെഡിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ച് നോക്കണം. അപ്പോൾ നമ്മളത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഒരു സിംഗിൾ കട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സിംഗിൾ ബെഡാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഡബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടി ഒന്ന് ലെങ്ത്ത് ഉണ്ടാവും. അപ്പോൾ സിംഗിളായതുകൊണ്ടാണ് ഈ ഒരു ബോക്സ് ഇത്രയ്ക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാണുന്നൊരു ബ്ലൈഡ് അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് ആ ഒരു ബെഡിൻ്റെ കവർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് ഈ ഒരു ബെഡിനെ അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഈ ഒരു ഫോമിലാണ് അവർ, അതായത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഈ ഒരു ഫോമിലാണ് അവർ ഈ ഒരു ബോക്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ആ ഒരു കവർ കട്ട് ചെയ്യുന്നതോടുകൂടി ആ ഒരു ബെഡ് നന്നായിട്ട് ആ ഒരു സിംഗിൾ ബെഡ് എത്രയാണോ വലിപ്പം വെച്ചാൽ ആ ഒരു റേഞ്ചിലേക്ക് അത് എത്തും കേട്ടോ. ആ ഒരു വലിപ്പത്തിലേക്ക്, ആ ഒരു സൈസിലേക്ക് അത് എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ അവർ പുറത്ത് റോൾ ചെയ്തിട്ടുള്ള ആ കവറൊക്കെ നമ്മൾ മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പണി കേട്ടോ കവർ ഇങ്ങനെ മാറ്റാൻ. അപ്പോൾ നമ്മളിങ്ങനെ കവറിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ അവർ റോൾ ചെയ്തിട്ടുള്ള ആ ഒരു കവർ അല്ലേ, അത് നമ്മൾ മാറ്റി കഴിയാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബെഡിൻ്റെ ആ ഒരു കവർ നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആ ഒരു ബ്ലേഡൊക്കെ നമുക്ക് യൂസ് ചെയ്യുക. അത് വെച്ചിട്ട് നമുക്ക് നേരങ്ങത്തിൽ അത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അവർ ഈ ഒരു മടക്കിയിട്ടാണ് ഈ ഒരു ഫോമിലേക്ക് അവർ ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളതിനെ ആ ഒരു സിംഗിൾ കട്ടിലുമേക്ക് നമ്മൾ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ അത് ഏകദേശം ആ ഒരു ബെഡ് ഇങ്ങനെ അത് ആ ഒരു എയറൊക്കെ കൊണ്ടിങ്ങനെ അത് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്തെ കവറ് മാറ്റാൻ പോവുകയാണ്. തീർന്നു നല്ല അടിപൊളി ബെഡ് തന്നെയാണ് കേട്ടോ. സ്ലീപ്പി ഹെഡിൻ്റെ നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് നോക്കിയെന്ന് കേട്ടോ. അപ്പോൾ അവർ ഇതിൻ്റെ കൂടെ നമുക്ക് പില്ലോയും പിന്നെ പില്ലോൻ്റെ കവറും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബെഡിലേക്ക് ആവശ്യമായിട്ടുള്ള കവറും, അതായത് അത് കവർ ചെയ്യാനുള്ള കവറും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പില്ലോയും ആ ഒരു ബ്ലേഡ് തന്നെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്നതോട് കൂടി നമുക്കത് ആ ഒരു പില്ലോൻ്റെ ഫോമിലേക്ക് അത് എത്തും. അപ്പോൾ ഗൈസ് നമ്മളത് കവറിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എടുക്കുന്നതോടുകൂടി ആ ഒരു പില്ലോ അതിൻ്റെ യഥാർത്ഥ ഫോമിലേക്ക്, അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് അത് എത്തും. പിന്നെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കവർ കൊണ്ട് നമുക്ക് അത് കവർ ചെയ്യാൻ പറ്റും. പില്ലോൻ്റെ കവറും കൊണ്ട് നമുക്കത് കവർ ചെയ്യാം. ദെൻ ഈ കാണുന്നത് നമുക്ക് ബെഡിലേക്ക് ആവശ്യമായിട്ടുള്ള കവറാണ്. ഈ ഒരു കവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡ് നമുക്ക് ഈ ഒരു എലാസ്റ്റിക് ടൈപ്പാണ്, ഈ ഒരു ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് അത് നിൽക്കും. ആ ഒരു നല്ല വൃത്തിക്ക് തന്നെ അത് നമുക്ക് അത് അവിടെ തന്നെ നിൽക്കും.